ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒന്നും കേൾക്കാതെയാണ് ആമിർ ഖാൻ ഇത് കമ്മിറ്റ് ചെയ്തതെന്ന് ഓഡിയോ ലോഞ്ചിൽ രജനീകാന്ത് കണ്ടാണ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ശരിവെക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഈ സിനിമയിൽ. ഈ സിനിമ എന്തായാലും വമ്പൻ ഹിറ്റായിരിക്കും തമിഴ്നാട്ടിലും. ഒരു പക്ഷേ വേൾഡ് വൈഡ് ഇതൊരു ഹിറ്റ് എന്നുള്ളൊരു പോപ്പുലാരിറ്റിയിലെത്തും. ഇതിന് ചിലവാക്കിയിരിക്കുന്ന ബഡ്ജറ്റ് അവർക്ക് മ്യൂസിക് റൈറ്റ്സ് എല്ലാം സണ്ണിൻ്റെതാണ്. അപ്പോൾ അത് മാത്രം മതിയാവും ഇതിൻ്റെ മുതൽ തിരിച്ചു കിട്ടാനായിട്ട്. പിന്നെ തിയേറ്ററിൽ ഓടുന്നതും ഇപ്പോൾ OTT ആമസോൺ എടുത്തു. അപ്പോൾ എല്ലാം കൂടെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ബാക്കി കിട്ടുന്നതൊക്കെ ഇവർക്ക് ലാഭമായിരിക്കും. അപ്പോൾ അതാണ് ആ ഒരു രജനീകാന്ത് ഫാക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ വെച്ച് എത്ര റിസ്ക് എടുത്തും പണം ചിലവാക്കാം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സിനിമ ദാരുണമായിട്ട് പൊട്ടത്തില്ല, അതാണ് ഒരു മിനിമം ഗ്യാരണ്ടി. കൂലി സിനിമ എനിക്ക് ഒട്ടും അങ്ങോട്ട് വർക്കായില്ല എന്ന് വെച്ചാൽ സിനിമ മോശമൊന്നുമല്ല, ഓൺ ടൈം നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. എങ്കിലും ആ സിനിമയുടെ ഫസ്റ്റ് സീനിൽ തന്നെ എനിക്കങ്ങോട്ട് സിനിമയിലോട്ട് ഇന്നാകാൻ കഴിഞ്ഞില്ല, വലിയ സംഭവമൊന്നും തോന്നിയില്ല. അപ്പോൾ അത് ഞാനിപ്പോൾ ജയിലറുമായിട്ട് കമ്പയർ ചെയ്ത് പറയല്ല, ജയിലറിൽ യൂസ് ചെയ്ത സെയിം ബിസിനസ് സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനകത്ത് ഈ പല സ്ഥലത്തുനിന്ന് ഈ ക്യാരക്ടേഴ്സ് വന്ന് കയറുമ്പോഴും, മോഹൻലാൽ ആയിരുന്നാലും അല്ലെങ്കിൽ കന്നഡയിൽ നിന്നുള്ള പിന്നെ ഇതിൻ്റെ ബ്രദർ ആയിരുന്നാലും, അവരുടെയൊക്കെ ഒരു സ്ക്രീൻ പ്രസൻസും സ്വാഗും, അത് മാത്രമല്ല എനിക്ക് ഇന്ന് വരെ സിനിമയിൽ കൊടുക്കാത്ത തരത്തിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അനിരുദ്ധ അതിനു വേണ്ടി ഒത്തിരി പണിപ്പെട്ട് കൊടുത്തിരുന്നു. ഈ ഒരു സിനിമയ്ക്കകത്ത് ഇത്രയും വലിയ സ്റ്റാർസിനെ കൊണ്ടുവന്നിട്ടൊന്നും ബാക്ക്ഗ്രൗണ്ട് സ്കോർ വീക്കെന്ന് ഞാൻ പറയാറില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു യുണീക്ക് സ്കോർ കൊടുക്കാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം ജയിലറിലെ പല ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും യൂട്യൂബിലായിരുന്നാലും ആ ഒരു ട്രെൻഡിങ് ലിസ്റ്റിൽ ഇപ്പോഴും അതുണ്ട് പലതും. അതേസമയം ഈ സിനിമയുടെ പാട്ടുകളൊക്കെ ചിലപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുമായിരിക്കും കുറേ കാലത്തോളം. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നും അങ്ങനെ അങ്ങ് ലൈം ലൈറ്റ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മാത്രമുള്ള പണിയൊന്നും അനിരുദ്ധം എടുത്തിട്ടില്ല. പിന്നെ മലയാളത്തിൽ നിന്നുള്ള സൗബിൻ ഷാഹിർ, അതേ ഒരു ഗംഭീര ആക്ടറാണ്. വില്ലനിഷ് ഒരു സംഭവം കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിനെ പൂർണ്ണമായിട്ടും ജ്യൂസ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ അവിടെയാണ് സൗബിനെക്കാട്ടിലും ആ ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് നമ്മുടെ വിനായകൻ പെർഫോം ചെയ്തതിൻ്റെ ആ ഒരു മാറ്റ്, ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നന്നായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ ഞാൻ സൗബിനെയും വിനായകനെയും കമ്പയർ ചെയ്യല്ല, അതൊക്കെ ഡയറക്ടറുടെയും കൂടെ ഒരു കഴിവാണ്. അവർക്ക് എങ്ങനെ ഡയലോഗ് എഴുതി അവരെങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളതൊക്കെ ഡയറക്ടറുടെ, അൾട്ടിമേറ്റ്ലി ഇതൊരു ഡയറക്ടറുടെ കഴിവ് തന്നെയാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. പിന്നെ രജനീകാന്തിൻ്റെ കുറേ ഫൈറ്റ് സീക്വൻസുകളൊക്കെ ഇതിനകത്തുണ്ട്. ഈ ഫൈറ്റ് വരുമ്പോഴത്തേക്ക് പ്രായമായ രജനീകാന്ത് ആയിരുന്നാലും ഏത് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബോൾട്ട് ക്യാമറ വെച്ചുള്ള ഒരു പരിപാടി മാത്രമേ ചെയ്യുന്നു. അത് നമുക്ക് കാണുമ്പോഴേ അറിയാം, ഇവർക്ക് ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി, ക്യാമറയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നതെന്ന് നമുക്കത് മനസ്സിലാവും. അത് പിന്നെ സ്ലോ മോയിലും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു സീക്വൻഷ്യലായിട്ട് നോക്കുമ്പോഴത്തേക്ക് അതൊരു ഭംഗി ഉണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പഞ്ചൊന്നും നമുക്ക് നന്നായിട്ട് അറിയാൻ കഴിയുന്നില്ല. അതിപ്പോൾ ആക്ടറുടെ കുറ്റമൊന്നുമല്ല, അത് നല്ല യങ്സ്റ്റേഴ്സൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു എഫക്റ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ കില്ല് മൂവിയിലൊക്കെ കണ്ട ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഇങ്ങനെയുള്ള ക്യാമറകളൊന്നും അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ ഒരു ആക്ടറുടെ ഫിസിക്ക് ഇതൊക്കെയാണ് അവിടെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാ സിനിമകളെയും വെച്ച് ഇതിനെ കമ്പയർ ചെയ്യല്ല. പക്ഷേ എനിക്ക് ഈ സിനിമ ഒട്ടും അങ്ങോട്ട് വർക്കായില്ല. ഞാൻ ഈ സിനിമ ആറ്റിങ്ങൽ തപസ്യ തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. തിയേറ്റർ നല്ല റീവാമ്പ് ചെയ്ത തിയേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ആ ഒരു തുടക്കവും കർട്ടൻ റൈസ് ചെയ്യുന്ന ഒരു പരിപാടിയും ലേസർ ഷോയും ഇതെല്ലാം കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം വലിയൊരു ഹോളാണ്, ഡോൾബി അറ്റ്മോസ്, ഏറ്റവും പ്രധാനം അവിടുത്തെ ക്രിസ്റ്റിയുടെ പ്രൊജക്ഷൻ, അത് തരുന്ന ഒരു വിഷ്വൽ ക്വാളിറ്റി, ആ ഒരു വിഷ്വൽ അപ്പീലൊന്നും എനിക്ക് മറ്റ് തിയേറ്റേഴ്സിലൊന്നും അത്രത്തോളം കിട്ടിയിട്ടില്ല. പിന്നെ ഉണ്ട് PVR ഐനോക്സ്, പക്ഷേ അവിടെയും സൗണ്ട് വരുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി ഈ ഒരു അറ്റ്മോസിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും എനിക്ക് PVRലും തോന്നിയിട്ടില്ല. പിന്നെ മൂവി ബുക്കിങ്ങിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു 3-4 ദിവസത്തേക്ക് പല തിയേറ്റേഴ്സിലും ഓൾറെഡി ബുക്ക്ഡ് ആണ്, ഹൗസ്ഫുൾ ആണ് എന്നാണ് കാണിച്ചെങ്കിലും തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നില്ല. അപ്പോൾ ഇനി ബുക്ക് ചെയ്തിട്ട് വന്ന് സിനിമ കാണാതിരിക്കുന്നതാണോ അതോ ഇനി സിനിമ തുടങ്ങുന്നതിന് മുന്നേ അവർ ക്യാൻസൽ ചെയ്തതാണോ എന്നൊന്നും അറിയാൻ വയ്യ. അങ്ങനെ അഴഞ്ഞും തൂങ്ങിയൊക്കെ പോയ ഒരു ഫസ്റ്റ് ഹാഫ്. അതിനിടയിൽ 1-2 ഫൈറ്റൊക്കെ ഉണ്ട്. ഫൈറ്റ് ഞാൻ ഈ പറഞ്ഞ കണക്ക് ബോൾട്ട് ക്യാമറയും അതിൻ്റെ ഓപ്പറേറ്റേഴ്സും കളിച്ച കളികളൊക്കെ അതിനകത്ത് കാണാനുണ്ട്. അതിൻ്റെ മേക്കിംഗ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പാട്ടുകൾ അനിരുദ്ധ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു യുണീക്ക്, ഒരു സിഗ്നേച്ചർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിനകത്ത് ജയിലറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ വീക്കായിട്ട് തോന്നി. ജയിലറിൽ കുറേ എഫേർട്ട് ഇട്ടതായിരിക്കും, ഇതിനകത്ത് അത്രത്തോളം ഒരു എഫേർട്ട് ഇല്ലാത്ത കണക്ക് തോന്നി. പിന്നെ ആമിർ ഖാൻ വന്ന ആ ഒരു സീനൊക്കെ എന്ന് പറഞ്ഞാൽ രസമുണ്ടായിരുന്നു. ഇന്ന ആക്ടേഴ്സിനെ കൊണ്ടുവരാനായിട്ട് ഇന്ന പ്ലോട്ടുകൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പോലെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സിനിമയായിട്ട് കണക്ട് ചെയ്തൊരു വരുന്നതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ മോഹൻലാൽ ജയിലറിൽ വരുമ്പോഴത്തേക്ക് അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നെൽസൺ നല്ല നീറ്റായിട്ടാണ് അത് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ലോകേഷ് സ്ക്രിപ്റ്റ് എഴുതുന്നതിലൊക്കെ വളരെ വീക്കായിപ്പോയി. എനിക്ക് ലോകേഷിൻ്റെ സിനിമകളുടെയൊക്കെ മേക്കിംഗ് ഭയങ്കര ഗംഭീരമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പാറ്റേൺ ഒന്നും എനിക്ക് അത്ര ഒരു സംഭവമായിട്ടൊന്നും ഇല്ല. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൈദി. അത് കുറച്ച് റോ ആയിട്ട് എടുത്തൊരു സിനിമയാണ്. ഒട്ടും ഒരു എക്സാജറേഷൻ തോന്നാത്ത രീതിയിലുള്ളൊരു സിനിമ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റ് ആ സിനിമയിലുണ്ടായിരുന്നു. പിന്നെ ലിയോ ആയിരുന്നാലും വിക്രം ആയിരുന്നാലും
എനിക്ക് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയ ഒരു സിനിമകളൊന്നും അല്ല. വളരെ വലിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് പോയതുകൊണ്ട് തന്നെ വളരെ ആവറേജ് ആയിട്ടുള്ളൊരു തിയേറ്റർ അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് ഔട്ട് ഓഫ് 10 7 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.